ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദ്രീസ് വ്ലോഗ്സ്. ബദ്രീസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു 1v1 ഒരു ലോൺ വുൾഫ് കളിച്ചിട്ട് ഫുൾ എക്സ്ട്രോട്ടിലേക്ക് ലോൺ വുൾഫ് ഒഴിവണ്ണം കളിച്ചിട്ട് നമ്മളതിനകത്ത് ഫുള്ള് വൺ ടാപ്പ് മാത്രം ഒരു ഡബിൾ ഷോട്ടും ഇല്ലാതെ ഉള്ളി വൺ ടാപ്പ് മാത്രം അടിച്ച് കളിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമുക്ക് മാച്ച് തുടങ്ങാം ഗൈസ്. ഓക്കെ, കേസ് നമ്മുടെ മാച്ച് തുടങ്ങുമ്പോൾ അവൻ ഫസ്റ്റ് അവൻ്റെ ചൂസായിരുന്നു കേസ്. അവനാണെങ്കിൽ ഏതെടുക്കാൻ നമുക്ക് നോക്കാം. അവൻ്റെ ചൂസ് അവനൊരു ചാർജ് ബസ്റ്ററും ഒരു തോംസനുമാണ് കേസ് എടുത്തേക്കുന്നത്. ചാർജ് ബസ്റ്ററൊക്കെ എടുത്ത് വണ്ടാ പഠിക്കാൻ ഭയങ്കര ഗൈസ്. അങ്ങനെ നമ്മൾ അറിയാതെങ്കിലും ഒരു ചാർജ് ബസ്റ്റർ വെച്ചിട്ട് വണ്ടാ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടാപ്പ് അറിയാതെ അടിച്ച് എന്തായാലും വണ്ടാപ്പ, അതുകൊണ്ട് കുഴപ്പമില്ല. അറിയാതെ ഹെഡ് ഷോട്ടൊന്നും കയറാൻ എൻ്റെ ഭാഗ്യം. അങ്ങനെ നമ്മൾ അതേ കണക്കിനെ കളിക്കാൻ വേണ്ടി അങ്ങനെ തന്നെ പോവുകയാണ് ഗൈസ്. പക്ഷെ അവൻ ടാക്ടിക്സ് ഉപയോഗിച്ച് അപ്പർ സൈഡിലൂടെ കറങ്ങി വരുന്നുണ്ട്. നമ്മൾ അവൻ്റെ കാല് അവിടെ നിന്ന് കണ്ടപ്പം അവൻ മണ്ടയ്ക്കോട്ട് കയറുന്നു ഗൈസ്. മണ്ടയ്ക്കാനാണ് ഗൈസ്. അവൻ ഇപ്പുറത്തൊന്നും അവനെ അടിക്കാൻ പറ്റുമോ? ഇല്ല, അവനോ അപ്പുറത്ത് പോയി ഗൈസ്. ഇവിടെ നിന്ന് അവനോ അപ്പുറത്ത് വന്ന് നമ്മൾ അവിടെ നിന്നൊന്നും അടിച്ചിട്ട് കയറുന്നില്ല ഗൈസ്. ചാർജ് ബസ്റ്ററൊക്കെ വെച്ച് വണ്ടാ പിടിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ ഒരു ബോഡി ഷോട്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കേസ്. നമ്മളങ്ങനെ വണ്ടാ പഠിച്ച് ശ്രമിക്കുവാണ് കേസ്. ഒരെണ്ണം കയറുന്നില്ല കേസ്. കേസ് നമ്മളങ്ങനെ ചാർജ് ബസ്റ്റർ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണ് കേസ്. ഒന്നും കയറുന്നില്ല. അവൻ അവസാനം നമുക്ക് ഇത് എന്നിട്ട് നമ്മൾ തോംസൺ വെച്ച് ചുമ്മാ ഒരടി എങ്ങനെ അടിച്ചിട്ട് വല്ല 200 കൊല്ലം കയറിയാലോ എന്ന്. അവനും തോംസണും ചാർജ് ബസ്റ്ററും വെച്ച് തന്നെയാണ് കേസ് കളിക്കുന്നത്. അവൻ ഇടയ്ക്ക് വെച്ച് കുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും കൊള്ളുന്നില്ല. അവസാനം അവൻ സോണി നമ്മളെ പെടുത്താൻ വേണ്ടി അവൻ ഫുള്ള് ഗ്ലൂ ആളിട്ട് കവർ എടുത്ത് കേസ്. എന്നാൽ അപ്പോഴത്തേക്ക് നമ്മൾ ഇതെടുത്ത് നമ്മൾ ഫുള്ള് അത് ഗ്ലൂ ആൾ മെൽറ്റർ വെച്ചെടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ആ സോണി പെട്ട് നമ്മൾ ചത്തിട്ടുണ്ട് കേസ്. അടുത്ത കളി നമ്മൾ M80 ആണ് കേസ് എടുത്തേക്കുന്നത്. M80 വെച്ച് ഇത് ഓപ്പൺ ആകുമ്പോഴത്തേക്കും M80 വെച്ച് നമ്മൾ അത്യാവശ്യം കളിക്കും ഗൈസ്. ഇവിടെ വെച്ച് അവനൊരു ഫുൾ നൈസ് വണ്ടാപ്പ് അങ്ങ് അടിച്ചവനെ അങ്ങ് വിട്ടിട്ടുണ്ട് ഗൈസ്. അവനെ നല്ലൊരു വണ്ടാപ്പ് അടിച്ച് വിട്ടിട്ടുണ്ട്. ഇത് അങ്ങനെ അടുത്ത കളി തുടങ്ങിയപ്പം നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് നമ്മൾ അവിടുന്ന് നമ്മളൊരു അടിക്കാൻ നോക്കി, പക്ഷെ കയറിയില്ല. പക്ഷെ നമ്മൾ ഇത്തിരി ബാക്കിലോട്ട് വന്നിട്ട് അവിടുന്ന് ഒരു വണ്ടാപ്പ് അങ്ങ് അടിച്ച് വിട്ടിട്ടുണ്ട് ഗൈസ് അവനെ. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. നമ്മളങ്ങനെ 3 കളി അടുപ്പിച്ച് വണ്ടാ പിടിച്ചിട്ടുണ്ട്. ഇനിയാണ് നിങ്ങൾ കാണേണ്ടത്. ഇനി അവൻ്റെ പ്രൈം ഇറങ്ങാൻ പോകുന്ന സമയമാണ്. അത് കഴിയുമ്പോൾ പിന്നെ അവൻ നൈസ് കളി എടുക്കാൻ പോവുക. ഇത് കഴിയുമ്പോൾ ഇപ്പോൾ അവൻ ഡെസേർട്ടികൾ എടുത്ത് ഗൈസ്. അങ്ങനെ ഡെസേർട്ടികൾ വെച്ച് എനിക്ക് അത്രയും കളിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് അവൻ ഫസ്റ്റ് കളി ഞാൻ ഒന്ന് ടാക്ടിക്സ് ഉപയോഗിക്കാൻ വേണ്ടി അപ്പുറ സൈഡിലൂടെ വന്ന്, പക്ഷെ അവനെ അവിടെ നിന്ന് വണ്ടാ പഠിച്ചിട്ട് എന്നിട്ട് അടുത്ത കളിയും ഡെസേർട്ടികൾ അതുകൊണ്ട് നമുക്ക് പാടാണ് ഗൈസ്. അങ്ങനെ ഡെസേർട്ടികൾ വെച്ച് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പം അവൻ ഇവിടെ എത്തുമ്പോഴേ അവൻ നമ്മളെ അങ്ങ് വണ്ടാ പിടിക്കും ഗൈസ്. അവൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല, കൈതട്ടി കയറുകയെന്നൊന്നും അറിയത്തില്ല. 2 കളിയിൽ നിന്ന് അവൻ നമ്മളെ നൈസായിട്ട് വണ്ടാ പിടിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ഈ കളി ഒരു M590യും ഒരു MB40 അവനൊന്ന് കുത്തിപ്പിടിക്കാൻ വേണ്ടി ഒരു MB40 കൂടെ എടുക്കുന്നുണ്ട് ഗൈസ്. ഒരു M590 ഒരു MB40 കൂടെ വെച്ചാണ് നമ്മൾ ഈ കളി കളിക്കുന്നത്. അങ്ങനെ നമ്മൾ M590 എടുത്തുകൊണ്ട് നേരെ കയറി ചെന്ന് അവൻ അവിടെ നിന്ന് തന്നെ ഒരു വണ്ടാ പഠിച്ചങ്ങ് വിട്ടിട്ടുണ്ട് ഗൈസ്. അവനെ അങ്ങ് ഉറക്കി വിട്ടിട്ടുണ്ട് വണ്ടാ പഠിച്ച്. അങ്ങനെ 4-3 നമ്മുടെ കളി. എന്നിട്ട് നമ്മൾ അടുത്ത കളി സ്റ്റാർട്ടായപ്പോൾ തന്നെ നമ്മൾ നേരെ ചാടി കയറി അവന് ഡയറക്റ്റ് റഷ് അടിക്കുകയാണ് നമ്മൾ. അവനപ്പോഴത്തേക്ക് ആ പാറയുടെ പുറകെ നമുക്ക് കുറച്ച് ഡാമേജ് തന്ന് നമുക്ക് ഹീൽ ചെയ്യാൻ ടൈം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഹീൽ ചെയ്യാൻ പറ്റില്ല. അവൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ഡാമേജ് അവൻ തന്ന് ഇല്ല. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഡയറക്റ്റ് കയറി അവനെ അങ്ങ് വണ്ടാ പഠിച്ച് നമ്മളങ്ങനെ കളി നിർത്തി.
യെസ് ഗൈസ്, അങ്ങനെ നമ്മളെ കളി കഴിഞ്ഞ് ഞാൻ അങ്ങനെ ജയിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. താങ്ക് യു.